ദേ നമുക്ക് കയറാം. ഇനി ബാക്കിയുള്ള വിശേഷം. ഹലോ ഓൾ, എല്ലാവർക്കും സുസ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാൻ ഞാൻ റെഡിയാണ്. ഇനി നിങ്ങൾ റെഡിയാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. നിങ്ങൾ റെഡിയാണെന്ന് വിചാരിച്ച് ഞാൻ ഇന്നത്തെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാം. ഇന്ന് സാറ്റർഡേ ആണ്, വീക്കെൻഡാണ്. നമ്മൾ ഈവനിങ് ആയപ്പോൾ ലുലു മോളിലോട്ട്, അതായത് ട്രിവാൻഡ്രംകാരുടെ ഓൾ ഇൻ ഓൾ സ്റ്റോപ്പിലോട്ട് നമ്മൾ പോയിട്ടുണ്ട്. ലുലു മോളിൽ എല്ലാ പ്രൊഡക്ട്സിനും 50% ഓഫ് ഇട്ടിരിക്കുകയാണ്. അതായത് ബിഗ് സെയിൽ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് തീർന്നു കാണും എന്ന് വിചാരിച്ച് ഞങ്ങൾ പോയപ്പോൾ 12th സൺഡേ വരെ ഓഫേഴ്സ് അവൈലബിൾ ആണ്. ഇങ്ങനെ ഒരു ഓഫർ അടക്കുമ്പോൾ മലയാളികളായ നമ്മൾ വെറുതെ ഇരിക്കുമോ? എല്ലാവരും അവിടെയുണ്ട്. ട്രിവാൻഡ്രം ലുലു മോളിൽ ഇല്ലാത്ത തിരക്ക് വേറെ ഒരിടത്തും ഇല്ല. അതുമാത്രം പാർക്കിങ്ങിന് പോയിട്ട് എന്തിന് ഫ്രണ്ടിൽ കാറൊന്ന് ഡ്രോപ്പ് ചെയ്യാൻ കൂടി സ്ഥലമില്ലായിരുന്നു. ഞങ്ങൾ ചെയ്ത ഫസ്റ്റ് ബുദ്ധിപരമായ നീക്കം എന്ന് പറയുന്നത്, ഞങ്ങൾ കാർ എടുത്തിട്ടില്ല, ഞങ്ങൾ യൂബറിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അത് തന്നെ കുറേ നേരം ബ്ലോക്കിൽ കിടന്നിട്ടാണ് അവിടെ എത്തിയത്. കുറേ നേരം തന്നെ ബ്ലോക്കിൽ കിടന്ന് വിശന്ന് കത്തി അവസാനം ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പോയിട്ടുള്ളത്. അല്ലാതെ എപ്പോൾ വന്നാലും ഞങ്ങൾ KFC, കോഫി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെയാണ് ഞങ്ങൾ കഴിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ, പ്രത്യേകിച്ച് ഞങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിലോട്ട് കയറണം എന്നേ ഒരു ഐഡിയ ഇല്ല. കാരണം കയറിയാൽ ഇറങ്ങാൻ പറ്റില്ല, ബില്ലിംഗ് സെക്ഷനിലൊക്കെ അത്ര തന്നെ തിരക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങളിങ്ങനെ ലുലു മോളിൽ ചുറ്റും കറങ്ങി നടക്കാം, വെറുതെ നടക്കാമെന്ന് വിചാരിച്ച് നടന്നു. കാണുന്ന കടകളിലൊക്കെ കയറി അതിൻ്റെ വില മാത്രം അറിഞ്ഞു വെച്ചിട്ട് അവിടെ നിന്ന് തന്നെ ഇറങ്ങി ചുമ്മാ കറങ്ങി നടക്കുക. ഇതായിരുന്നു പ്ലാൻ. പിന്നെ അവർക്കും കുട്ടികൾക്കും ഒരു എൻജോയ്മെൻ്റ് ആവും ഈ സൈഡിലുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോഴും. ഇതായിരുന്നു അവിടുത്തെ തിരക്ക്. അതായത് ഒരു വീട്ടിലേക്കുള്ള എല്ലാ ആവശ്യമായ സാധനങ്ങൾക്ക് 50% ഓഫ്. എന്തിന്? വെളിച്ചെണ്ണയ്ക്ക് വരെ ഓഫ്. ദേണ്ട പോകുന്നടാ ട്രെയിന്. ഞാനിത് ആദ്യമായിട്ടാണ് ലുലു മോളിൽ കാണുന്നത്. ഫണ്ടിയൂറേ കയറാതിരിക്കാൻ വേണ്ടി അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പൊക്കിക്കൊണ്ട് താഴെ വന്നപ്പോഴത്തേക്ക് ഇവിടുന്ന് ട്രെയിന് പോയിട്ട് തിരിച്ചു വരുന്നവരെ നമുക്ക് ഡ്രസ്സ് മേടിക്കാൻ കയറാമെന്നും പറഞ്ഞ് ഡ്രസ്സ് മേടിക്കാൻ കയറി. അവിടെ നിന്നൊന്നും എടുത്തില്ല, അതേപോലെ തിരിച്ചിറങ്ങി. എന്നിട്ട് ഇങ്ങനെ നടന്നപ്പോഴത്തേക്ക് ഓരോ മാനിക്വൻസിനെ കാണുമ്പോൾ അതേപോലെ പോസ്റ്റ് ചെയ്യുന്നതും ഇതൊക്കെ അവർക്ക് ഭയങ്കര രസമായിട്ടുള്ള കാര്യമായിരുന്നു. ഇനി ഇതൊക്കെ വീഡിയോ എടുത്ത് നടക്കുന്നത് എനിക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷൻ സുഡിയോയിൽ കയറിയിട്ട് എന്ത് എടുക്കണമെന്നോ എന്ത് മേടിക്കണമെന്നോ ഒരു ഐഡിയ ഇല്ല. ചുമ്മാ ഇങ്ങനെ കയറി നടക്കുക. അവിടെ എന്തൊക്കെയാണുള്ളത്, എന്തൊക്കെയാണ് റേറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ നടക്കുന്നതല്ലാതെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. കാരണം ഡ്രസ്സൊന്നും വീട്ടിൽ വെക്കാൻ സ്ഥലമില്ല. ഡ്രസ്സുകളുടെ ഒരു ശേഖരം തന്നെ ഉണ്ടല്ലോ. അത് കഴിഞ്ഞപ്പോൾ വേൾഡ് കപ്പ് FIFA നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു ഗെയിം സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഇവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതിൻ്റെ അത്യാവശ്യം ഹൈറ്റുള്ളവർക്കേ അത് പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ഇവരുടെ കാര്യം പറയണ്ടല്ലോ. അത് കണ്ടുകൊണ്ട് അവർ പിന്നെ ആ സൈഡിലോട്ടേ പോയിട്ടില്ല. ഓരോ കടകളിൽ കയറി ഹൈഡ് ആൻഡ് സീക്ക് കളിയായിരുന്നു ഇവരെ പരിപാടി. അമ്മ ഇത് കണ്ടിട്ട് ചോദിക്കുവാണ്, ഇതെന്താ ഇത്? റോബോട്ട് ഉണ്ട്, റോബോട്ട് AI മെഷീൻ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ട് അതൊക്കെ ഒരു കൗതുകകരമായ കാര്യം. ഈ കൗതുകകരമായ കാര്യം നേരെ പറയാൻ പറ്റത്തില്ല, കൗതുകകരമായ കാര്യമായിരുന്നു. അവരതിൻ്റെ പുറകെ പോയിട്ടുണ്ടായിരുന്നു. അവിടെയാണെങ്കിൽ അത് നേരെ കണ്ടില്ല. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് അങ്ങ് പോയിട്ട് പിന്നെയും അത് കണ്ടിട്ട് തിരിച്ചത്. ഇതൊക്കെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള കാര്യമായിരിക്കും. അവർക്കൊരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് തന്നെയായിരുന്നു. അതെല്ലാം കഴിഞ്ഞതേ നേരെ ആ സൂപ്പർ മാർക്കറ്റ് ഏരിയ കയറുന്നില്ല, ടച്ച് ചെയ്തില്ല. നമ്മൾക്ക് അകത്തോട്ട് കയറാൻ പോലും ഇല്ല. പിന്നെ റോബോട്ട്. അത് കഴിഞ്ഞതേ കോസ്റ്റ കോഫിയിലോട്ട് കയറി. നിങ്ങൾ വിചാരിക്കും കോഫി കുടിക്കാനാണ് കയറി. ഇല്ല, അവിടെ ഒരു ചിപ്സ് പാക്കറ്റ് ഇരുന്നാൽ അത് വേണം എന്ന് പറഞ്ഞിട്ടായിരിക്കും കയറി. അത് കഴിഞ്ഞ് തിരിച്ചിറങ്ങി ആ എൻട്രൻസിലോട്ട് കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ. നമ്മളിങ്ങനെ നിന്ന് കൊടുത്താൽ മതി, നമ്മളിങ്ങനെ തള്ളിക്കൊണ്ട് വെക്കോളും. അത്രമാത്രം ഇത് കണ്ടോ, അത്രമാത്രം ഒരു കാറിന് പോലും അതോട്ട് കയറാൻ പറ്റുന്നില്ല, അത്രമാത്രം തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ യൂബർ കൊടുത്തപ്പോഴത്തേക്കും ആ ആൾക്ക് കയറി അകത്ത് വരാൻ പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്തു, അവിടെ നിന്ന് നടന്ന് എന്തോ ഭാഗ്യവശാൽ ആ കാറെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ടിരുന്നു. അതിൻ്റെ സൈഡിൽ കൂടി കയറി യൂബറിൽ കയറാൻ പറ്റി. അതിനിടയ്ക്ക് അവിടെ ഏതോ വണ്ടി തട്ടിയിട്ട് അങ്ങനെ കുറേ വഴക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഒരു ലുലു മോൾ ഓഫറിന് ഇനി പോകത്തില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. കാണാൻ നല്ല കിടിലം സെറ്റപ്പാണെങ്കിലും ഓഫർ ഇട്ടാൽ പിന്നെ ലുലു മോളിലോട്ട് നോക്കേ വേണ്ട. അത്രമാത്രം തിരക്കാം.
അത് കഴിഞ്ഞ് നേരെ എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അയാളുണ്ടായിരുന്നത്. സോ നൈറ്റ് ലൈഫ്, ഈ ട്രിവാൻഡ്രത്തെ നൈറ്റ് ലൈഫൊക്കെ അടിപൊളിയാണല്ലേ. ഇത് പ്രത്യേകിച്ച് ഇത് ഈ ഒരു ലൈറ്റിങ്ങും വളരെ, നമുക്കിപ്പോൾ രാത്രിയാണെങ്കിൽ ഒരു കാറ് തന്നെ വേണമെന്നില്ല, ഒരു സ്കൂട്ടറിൽ ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ പുറത്ത് വന്ന് വളരെ നല്ല ഇതായിരിക്കും. നൈറ്റ് ലൈഫ് ഇൻ ട്രിവാൻഡ്രം ഈസ് ഓസം. സോ അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ വീട്ടിലോടെത്തി. വീടെത്താറായപ്പോഴത്തേക്കും അവിടെ അമ്പലത്തിൽ ഉത്സവമൊക്കെ തുടങ്ങിയിട്ടില്ല, ഉടനെ തുടങ്ങും. ഈ വരുന്ന തിങ്കളാഴ്ച തുടങ്ങും. അതിൻ്റെ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ ആസ്വദിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. സോ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. Subscribe. Bye.